ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് AUR എന്നുള്ളതിനെ കുറിച്ച്. AUR എന്താണ്? അക്യൂട്ട് യൂറിനറി റീറ്റൻഷൻ എന്നാണ് AUR എന്നുള്ളതിന്റെ ഫുൾ ഫോം പറയുന്നത്. അപ്പൊ ഇതിലെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് വളരെ പെയിൻഫുൾ ആയിട്ട് ഇന്നബിലിറ്റി, അതായത് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ പെയിൻഫുൾ ആയിട്ട് തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ AUR അഥവാ അക്യൂട്ട് യൂറിനറി റീറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ സഡൻ ആയിട്ടുള്ള ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഇനബിലിറ്റി ടു പാസ് യൂറിൻ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് അത്യാവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണിത്. ഇത് ക്രോണിക് റിറ്റൻഷനുമായിട്ട് ഡിഫറെന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് വരുന്നതാണ്, സിവിയർ ആയിട്ടുള്ള ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന കഴിവുള്ളതുമാണിത്. ഇനി യൂറിനറി റിറ്റൻഷന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് സഡൻ ആയിട്ടുള്ള നമുക്ക് ഇന്നബിലിറ്റി ആണ്. നമുക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇന്നബിൾ ആണ്, പെയിൻഫുൾ ഇന്നബിലിറ്റി ടു പാസ് യൂറിൻ ആണ്. നമുക്ക് പെയിൻഫുൾ ആണ്, പാസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, പാസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ. എന്നാൽ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്, മൂത്രം പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും വേദനയും ബുദ്ധിമുട്ടും, പാസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ. ഇതാണ് ആദ്യത്തെ സിംറ്റം. സിവിയർ ആയിട്ട് ലോവർ അബ്ഡമിനൽ പെയിൻ, താഴ്ഭാഗത്ത് നമ്മുടെ വയറിന്റെ താഴ്ഭാഗത്തായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വേദനയും അതുപോലെ തന്നെ സഹനീയമായ വേദനയായിരിക്കും. അതുപോലെ തന്നെ ബ്ലോട്ടഡ് ആയിട്ട് വയർ ഇങ്ങനെ ചാടിയിരിക്കുന്ന പോലെയും തോന്നും. പിന്നെ സ്വെല്ലിംഗ് ഉണ്ടാവും ഈ അബ്ഡമനില്, ബ്ലാഡറിന്റെ ഭാഗത്തായിട്ട്. അത് പോകുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു സ്വെല്ലൺ ആയിട്ട് ഇങ്ങനെ വീർത്തിരിക്കും വയറ്. പിന്നെ അവർക്ക് ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും, ഭയങ്കര ഡിസ്കംഫോർട്ടും ആയിരിക്കും. ചിലപ്പോൾ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് ഇവിടെ കണ്ടേക്കാം. അതായത് നമുക്ക് പെട്ടെന്ന് ലീക്കേജ് ഉണ്ടാവുക, ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ഓഫ് യൂറിൻ അവിടെ ലീക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ കോസസ് പറയാന്നുണ്ടെങ്കിൽ അക്യൂട്ട് യൂറിനറി റിട്ടൻഷൻ എന്ന് പറയുന്നതിൽ കോസസ് പറയാം. ആദ്യത്തേതാണ് ഈ യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ, ഒരു തടച്ചൽ പോലെ, അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വരാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻലാർജ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് കൂടിയിട്ടുള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാണാറുണ്ട്. പിന്നെ എന്തെങ്കിലും കിഡ്നി സ്റ്റോൺസ് ഉണ്ടെങ്കിൽ ആ ഒരു യൂറിത്തറിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലും ട്യൂമേഴ്സ്, അത് ബ്ലാഡേഴ്സിലാവട്ടെ പ്രോസ്റ്റേറ്റിലാവാം പെൽവിക് ട്യൂമേഴ്സും ആവാം, അത് ഒബ്സ്ട്രക്ട് ചെയ്യും ഈ ഒരു ഫ്ലോനെ. പിന്നെ യൂറീത്രൽ സ്ട്രിക്ചർ എന്ന് പറയുന്നത്, യൂറീത്ര ഇങ്ങനെ നോർമൽ ആയിട്ട് ഒരു വികസനത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇടക്ക് വെച്ചിട്ട് അതിന്റെ ദ്വാരം കുറയുന്നു, വളരെ മെലിഞ്ഞു പോകുന്നു, ഒട്ടിയ പോലെ, പിന്നെ വീണ്ടും തുറന്ന്, അങ്ങനെ. അപ്പം സ്ട്രിക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാം. പിന്നെ എന്തെങ്കിലും നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള കോസസ് ഉണ്ടെങ്കിൽ, സ്പൈനൽ കോഡിൽ നമ്മുടെ നട്ടലിൽ കൂടെ പോകുന്ന സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വരാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്ലാഡർ കൺട്രോളിന് അത് ഡിസ്റപ്റ്റ് ചെയ്യും, അത് എഫക്ട് ചെയ്യും. പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം അല്ലെങ്കിൽ പാർക്കിൻസോണിസം എന്ന് പറയുന്ന അസുഖത്തിലൊക്കെ ഇത് കണ്ടുവന്നിരിക്കാം. അവിടെ നെർവ് സിഗ്നൽസ് ഇല്ലേ, ബ്ലാഡറിലേക്കുള്ള നെർവ് സിഗ്നൽസ് അവിടെ എഫക്റ്റഡ് ആവുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിലും പാർക്കിൻസോണിസത്തിലൊക്കെ ഇത് വന്നേക്കാം, ഈ ഒരു യൂറിൻ സംബന്ധമായിട്ടുള്ള ഈ ഒരു AUR അക്യൂട്ട് യൂറിനറി റിറ്റൻഷൻ പ്രോബ്ലം ഉണ്ടായേക്കാം. പിന്നെ എന്തെങ്കിലും മെഡിക്കേഷൻസ് കാരണം ഇത് വന്നേക്കാം. പിന്നെ എന്തെങ്കിലും അനസ്തീഷ്യന്റെ എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് സർജറി, ഏതെങ്കിലും സർജറിക്ക് ശേഷമായിട്ടോ ചില ആൾക്കാരിൽ ഇത് കണ്ടെന്നിരിക്കും. സിവിയർ ആയിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വന്ന് അവിടെ ഒരു തിക്കനിങ് ആവും. അപ്പൊ യൂറിന്റെ ഫ്ലോ അവിടെ കുറയുന്നു. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും വെച്ചാൽ സ്വെല്ലിംഗ് ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പൊ അവിടുന്ന് യൂറിൻ ഫ്ലോന് അത് എഫക്ട് ചെയ്യുന്നു. അതായത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഇൻഫെക്ഷൻ വരാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അക്യൂട്ട് യൂറിനറി റിറ്റൻഷനിൽ നമുക്ക് ട്രീറ്റ്മെന്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബ്ലാഡർ ഡ്രെയിനേജ് ആണ്, യൂറിനറി കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം. പിന്നെ സുപ്രാപ്യൂബിക് കത്തീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്ട്ലി ഒരു ട്യൂബ് ലോവർ അബ്ഡമനിലേക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ട് നേരെ ബ്ലാഡറിലേക്ക് കൊടുത്തിട്ട് അവിടുന്ന് ഡയറക്റ്റ് ഡ്രെയിനേജ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ മെയിൻലി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർലൈൻ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എന്തോ ഒരു കാരണത്താലായിരിക്കും ഈ പ്രശ്നം വന്നിട്ടുണ്ടാവുക. അപ്പൊ ആ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക, അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വീക്കം കാരണമാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വീക്കം തടയാനായിട്ട് അല്ലെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പൊ ഇൻഫെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻഫെക്ഷൻ മാറ്റാനുള്ള മരുന്നുകൾ കൊടുക്കുക, ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇപ്പൊ നെർവ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്ഷൻ ആദ്യം ചെയ്യുക. നെർവ് ഡാമേജ് അല്ലെങ്കിൽ നെർവ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നെർവ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് അത് നോക്കേണ്ടത്. പിന്നെ കിഡ്നി സ്റ്റോൺസ് ഉണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺസ് അലിഞ്ഞു പോകാനുള്ള മരുന്നുകളുണ്ട്, പൊട്ടിച്ചു കളയുന്ന രീതിയിൽ. അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ലൊക്കേഷൻ നോക്കുക കിഡ്നി സ്റ്റോൺ, നമുക്ക് അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നോക്കുക.
ഭയങ്കരമായിട്ട് തണുത്ത് കുളിരുന്ന പോലെ പനി അല്ലെങ്കിൽ അങ്ങനെ ചില്ലിയായിട്ട് വിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഭയങ്കരമായിട്ട് യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു യൂറിൻ പാസ് ചെയ്യാൻ ഭയങ്കര വേദന, ബുദ്ധിമുട്ട്, അബ്ഡമൽ പെയിൻ, ലോവർ അബ്ഡമനിൽ ഭയങ്കരമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള വേദന ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വെച്ചിരിക്കരുത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക തന്നെ വേണം കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.